അസ്സലാമു അലൈക്കും. ഞാൻ സലീം ജുബ്രിക്കോട്ട്. ഇന്ന് വോയിസിൽ വരാൻ കാരണം ഇന്ന് കേരള ഗവൺമെൻറ് കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് നോളജ് സിറ്റിയിലെ മെഡിക്കൽ കോളേജിന് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകിയിരിക്കുകയാണ്. ഇത് പലരും ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിനെ കൊണ്ടുപോയിട്ട് ഇലക്ഷനുമായിട്ട് ബന്ധിപ്പിക്കേണ്ട ശ്രമത്തിലാണ് പല ചാനലുകാരും. കാന്തപുരത്തെ ഒപ്പം നിർത്താൻ സർക്കാർ. കാന്തപുരത്തിന് അങ്ങനെ ഒപ്പം നിർത്തേണ്ട ആവശ്യമില്ല. കാന്തപുരവും ഉസ്താദിൻ്റെ അനേകളും എല്ലാം മനസ്സിലാക്കിയവരാണ്. അവർക്കൊരു രാഷ്ട്രീയ ലൈനുണ്ട്. അത് പക്ഷം പിടിക്കലോ പക്ഷപാതിത്വമല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പല ചാനലുകാരും ആവശ്യം അവതരിപ്പിച്ചപ്പോൾ ചോദിക്കുന്ന ചോദ്യം, എന്താ കാന്തപുരത്തിന് പ്രത്യേകത? കേരളത്തിലെ എത്ര മെഡിക്കൽ കോളേജുകളുണ്ട്, അതിനെന്തെന്താ കൊടുക്കാത്തത്? ഗവൺമെൻറ് ഖജാന നഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുസുമ്പ് പിടിച്ച അവതരണമാണ് ഏഷ്യനെറ്റിനെ പോലും നടത്തിയിട്ടുള്ളത്. എന്തൊരു മൂല്യേറെ കോളേജിന് ഇത് കിട്ടാനെന്നല്ലേ. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കും. അതിലൊരു അത്ഭുതമൊന്നുമില്ല. ഇത് കേരളത്തിലെ ആദ്യത്തെ യുവനായി മെഡിക്കൽ കോളേജാണെന്ന് ഓർക്കണം നമ്മൾ. അപ്പോൾ അതിന് ദേഷ്യം പിടിച്ചിട്ടോ അതിനെ കൊണ്ടുപോയിട്ട് ഇലക്ഷനായിട്ട് ബന്ധിപ്പിക്കാനോ രാഷ്ട്രീയ ലൈനിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാലും ശരി കേരള ഗവൺമെൻറ് അഭിനന്ദിക്കണം ഇത്രയും നല്ലൊരു തീരുമാനമെടുത്തതിന്.